ഫെബ്രുവരി അവസാനത്തോടെ പശ്ചിമേഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ഇറാൻ യുദ്ധം ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലായ ഊർജ്ജ മേഖലയെ ആകെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യങ്ങളിലൊന്നായ സൗദി അറേബ്യയുടെ ഊർജ്ജ മേഖലയാണ് ഈ സംഘർഷത്തിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങുന്നത്. യുദ്ധം തുടങ്ങിയത് മുതൽ സൗദിയുടെ തന്ത്രപ്രധാനമായ എണ്ണവാതക കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ മേഖലയിലെ സമാധാനത്തെ മാത്രമല്ല ആഗോള ഇന്ധന വിതരണ ശൃംഖലയെയും അസ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. കണക്കുകൾ പ്രകാരം പ്രതിദിനം ഏകദേശം 1.3 ദശലക്ഷം ബാരൽ എണ്ണയുടെ ഉൽപാദനത്തിലും ഗതാഗതത്തിലുമാണ് നിലവിൽ തടസ്സം നേരിട്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു സംഖ്യയല്ല, മറിച്ച് ആഗോള വിപണിയിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകുന്ന ഗൗരവകരമായ ഇടിവാണ്. സൗദിയുടെ പ്രധാനപ്പെട്ട എണ്ണ സംസ്കരണശാലകൾക്കും പൈപ്പ് ലൈനുകൾക്കും നേരെയുണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് ഈ വൻ പ്രതിസന്ധിക്ക് ആധാരമായി നിൽക്കുന്നത്. അത്യന്തം ആധുനികമായ പ്രതിരോധ സംവിധാനങ്ങൾ സൗദി അറേബ്യയ്ക്കുണ്ടെങ്കിലും തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എണ്ണ ശുദ്ധീകരണ പ്ലാന്റുകൾക്ക് നേരെയുണ്ടായ ആഘാതമാണ്. പലയിടങ്ങളിലും ഉൽപാദനം ഭാഗികമായോ പൂർണ്ണമായോ നിർത്തിവെക്കേണ്ടി വന്നത് സൗദി ആരാംകോയുടെ കയറ്റുമതി ശേഷിയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. യുദ്ധം രൂക്ഷമായതോടെ ഹോർമുസ് കടലിടുക്ക് ഫലത്തിൽ അടയ്ക്കപ്പെട്ട നിലയിലാണ്. ലോകത്തെ എണ്ണക്കപ്പലുകളുടെ പ്രധാന പാതയായ ഹോർമുസ് സ്തംഭിച്ചത് സൗദിക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇതോടെ തങ്ങളുടെ എണ്ണ കയറ്റുമതി സുഗമമാക്കാൻ സൗദി അറേബ്യ ആശ്രയിക്കുന്നത് രാജ്യത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് പൈപ്പ് ലൈനിനെയാണ്. ചെങ്കടൽ വഴി എണ്ണ എത്തിക്കാനുള്ള ഈ പാതയ്ക്ക് ഇപ്പോൾ താങ്ങാവുന്നതിലപ്പുറം സമ്മർദ്ദമാണ് അനുഭവപ്പെടുന്നത്. ഈ പൈപ്പ് ലൈൻ സംവിധാനം ഇപ്പോൾ സൗദിയുടെ ഊർജ്ജതന്ത്രത്തിന്റെ ജീവനാഡിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ ബദൽ പാതയ്ക്ക് നേരെയും ആക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. സൗദിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള തുറമുഖങ്ങളിലേക്ക് എണ്ണ എത്തിക്കുന്ന ഈ സംവിധാനം തകരാറിലായാൽ അത് ലോകമെമ്പാടുമുള്ള വിപണികളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കയറ്റുമതി ശൃംഖലയിൽ ഉണ്ടായ ഈ തടസ്സം പരിഹരിക്കാൻ സൗദി അധികൃതർ കഠിനമായി പരിശ്രമിക്കുകയാണ്. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ആരും ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളാണ് ഇതിന് പിന്നിലെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. അമേരിക്കയുമായി സൗദി പുലർത്തുന്ന അടുത്ത ബന്ധവും സൈനിക സഹകരണവുമാണ് ഇറാനെ ചൊടിപ്പിക്കുന്നത്. അമേരിക്കയുടെ പക്ഷം പിടിക്കുന്നവർക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന ഇറാന്റെ നേരത്തെയുള്ള മുന്നറിയിപ്പുകൾ ഈ ആക്രമണങ്ങളുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സൗദി പ്രതിരോധ സേന നിരവധി മിസൈലുകളും സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളും തകർത്തിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങളെയും എണ്ണപ്പാടങ്ങളെയും ലക്ഷ്യമിട്ടെത്തിയ ഇവയെ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കാൻ സാധിച്ചത് വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ചില ആക്രമണങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഊർജ്ജ മേഖലയിലെ ഈ തടസ്സം സൗദി അറേബ്യയുടെ ആഭ്യന്തര വരുമാനത്തെയും ബാധിച്ചിട്ടുണ്ട്. വൻതോതിലുള്ള അറ്റകുറ്റപ്പണികൾക്കും സുരക്ഷാ ക്രമീകരണങ്ങൾക്കുമായി വലിയ തുക ചിലവാക്കേണ്ടി വരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കുന്നു. യുദ്ധം നീണ്ടുപോകുന്നത് സൗദിയുടെ വിഷൻ 2030 പോലുള്ള വൻകിട വികസന പദ്ധതികൾക്കും തടസ്സമായേക്കാം. ആഗോളതലത്തിൽ നോക്കിയാൽ എണ്ണ വിതരണത്തിലുണ്ടായ ഈ കുറവ് വികസ്വര രാജ്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി വലിയ തോതിൽ സൗദിയെയാണ് ആശ്രയിക്കുന്നത്. വിതരണത്തിലെ അനിശ്ചിതത്വം ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാവുകയും ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് വഴിതെളിക്കുകയും ചെയ്യും. പശ്ചിമേഷ്യയിലെ ഈ പുതിയ യുദ്ധം കേവലം ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ളതല്ല, മറിച്ച് സാമ്പത്തികമായ ആധിപത്യം ഉറപ്പിക്കാനുള്ളത് കൂടിയാണ്. എണ്ണയെ ഒരു ആയുധമായി ഉപയോഗിക്കുന്ന തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കപ്പെടുന്നത്. സൗദിയുടെ എണ്ണ ആസ്തികളെ ലക്ഷ്യമിടുന്നതിലൂടെ അവരുടെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന ലക്ഷ്യമാണ് ശത്രുക്കൾക്കുള്ളത്. ഇൻഷുറൻസ് കമ്പനികളും ഈ സാഹചര്യത്തിൽ ആശങ്കയിലാണ്. യുദ്ധമേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇൻഷുറൻസ് തുക കുത്തനെ വർദ്ധിപ്പിച്ചത് എണ്ണവിലയെ വീണ്ടും സ്വാധീനിക്കും. സുരക്ഷിതമായ പാതകൾ കണ്ടെത്തുക എന്നത് എണ്ണ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ വിദേശ തൊഴിലാളികളും ഈ സാഹചര്യത്തിൽ ആശങ്കയിലാണ്. എണ്ണപ്പാടങ്ങളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കമ്പനികൾ കർക്കശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം പടരുന്നത് തൊഴിൽ വിപണിയെയും ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസികൾ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്.
എണ്ണ വിതരണത്തിൽ വലിയ കുറവുണ്ടായാൽ കരുതൽ ശേഖരം ഉപയോഗിക്കേണ്ടി വരുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ യുദ്ധം തുടരുകയാണെങ്കിൽ കരുതൽ ശേഖരം കൊണ്ട് മാത്രം എത്ര കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നത് ചോദ്യചിഹ്നമാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് സൗദിക്ക് സൈനികമായ പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിലും ഇറാനുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. നയതന്ത്ര തലത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സൈനികമായ ആക്രമണങ്ങൾ നിലയ്ക്കാത്തത് ഈ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുന്നുണ്ട്. സൗദി അറേബ്യ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും യുദ്ധത്തിന്റെ മുറിപ്പാടുകൾ വിപണിയിൽ നിന്ന് മാറാൻ വർഷങ്ങൾ എടുത്തേക്കാം. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ വിജയിച്ചാൽ മാത്രമേ ഊർജ്ജ മേഖലയ്ക്ക് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയൂ. ഇറാന്റെയും അമേരിക്കയുടെയും രാഷ്ട്രീയ താൽപര്യങ്ങൾക്കിടയിൽ സൗദിയുടെ ഊർജ്ജ മേഖല ഒരു പരീക്ഷണ വസ്തുവായി മാറിയിരിക്കുകയാണ്. 1.3 ദശലക്ഷം ബാരലിന്റെ കുറവ് എന്നത് ആഗോള സാമ്പത്തിക ഭദ്രതയ്ക്ക് നേരെയുള്ള ഒരു അപായ സൂചനയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സൈനികമായ നടപടികളേക്കാൾ നയതന്ത്രപരമായ നീക്കങ്ങളാണ് ലോകം ആഗ്രഹിക്കുന്നത്. വരും ആഴ്ചകളിലെ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഭാവി നിർണയിക്കും. സൗദിയുടെ എണ്ണ മന്ത്രാലയം തങ്ങളുടെ വിതരണക്കാരോട് സഹകരിക്കാനും ബദൽ മാർഗങ്ങൾ തേടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിലെ തങ്ങളുടെ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് എണ്ണ എത്തിച്ച് വിതരണ ശൃംഖല നിലനിർത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇത് ദീർഘകാലത്തേക്ക് പ്രായോഗികമായ ഒരു പരിഹാരമല്ല. പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട്. എണ്ണ പൈപ്പ് ലൈനുകൾ തകരുന്നത് വൻതോതിലുള്ള പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകും. സമുദ്രത്തിലേക്കും മണ്ണിലേക്കും എണ്ണ കലരുന്നത് വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിവെക്കുന്നത്. ഈ യുദ്ധം പശ്ചിമേഷ്യയിലെ സഖ്യ സമവാക്യങ്ങളെയും മാറ്റിമറിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്കായി പ്രാദേശിക ശക്തികൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ സൗദി ശ്രമിക്കുന്നുണ്ട്. സൈനികമായ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രതിരോധം ശക്തമാക്കാനാണ് അവരുടെ തീരുമാനം. സാമ്പത്തിക വിപണികളിൽ ഉണ്ടായ അസ്ഥിരത നിക്ഷേപകരെ പിന്നോട്ടടിപ്പിച്ചിട്ടുണ്ട്. എണ്ണവിലയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ആഗോള ഓഹരി വിപണികളിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷിതമായ നിക്ഷേപങ്ങൾ തേടി ആളുകൾ സ്വർണത്തിലേക്കും മറ്റ് ആസ്തികളിലേക്കും തിരിയുന്നത് എണ്ണ രാഷ്ട്രീയത്തിന്റെ സ്വാധീനത്തെയാണ് കാണിക്കുന്നത്. യുദ്ധം എന്ന സാഹചര്യം എല്ലാ രാജ്യങ്ങളെയും പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ മാത്രം ആശ്രയിക്കുന്നതിനു പകരം പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറേണ്ടതിന്റെ ആവശ്യകത ഈ പ്രതിസന്ധി ലോകത്തിന് കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ പെട്ടെന്നുള്ള ഒരു മാറ്റം അസാധ്യമായതിനാൽ നിലവിലെ പ്രതിസന്ധി നേരിടുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. സൗദി അറേബ്യയുടെ ആത്മവിശ്വാസം തകർക്കാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോഴും തങ്ങളുടെ ആസ്തികൾ സംരക്ഷിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് ഭരണകൂടം വ്യക്തമാക്കുന്നു. തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം നീങ്ങാതെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക അസാധ്യമാണ്. ഇറാൻ തങ്ങളുടെ സൈനിക സാന്നിധ്യം അവിടെ ശക്തമാക്കിയത് അമേരിക്കൻ നാവികസേനയ്ക്കും വലിയ വെല്ലുവിളിയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ചെറിയ ഉരസൽ പോലും വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കാം. സൗദിയിലെ എണ്ണ സംസ്കരണ കേന്ദ്രങ്ങളിൽ അത്യാധുനിക ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ചിലവ് കുറഞ്ഞതും എന്നാൽ മാരകവുമായ ഡ്രോൺ ആക്രമണങ്ങളെ പൂർണ്ണമായും തടയുക എന്നത് ലോകത്തെ എല്ലാ സൈന്യങ്ങൾക്കും ഒരേപോലെ വെല്ലുവിളിയാണ്. ആഗോള രാഷ്ട്രീയത്തിൽ ഈ സംഭവം വലിയൊരു മാറ്റത്തിനും കാരണമാകും. ഊർജ്ജ സുരക്ഷ എന്നത് ദേശീയ സുരക്ഷയുടെ ഭാഗമാണെന്ന് ഓരോ രാജ്യവും ഇപ്പോൾ തിരിച്ചറിയുന്നു. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ ലോകത്തിന്റെ സാമ്പത്തിക ഗതിയെ നിശ്ചയിക്കും.